കശുവണ്ടി തലപ്പുകൾ കാറ്റത്തുലയുന്ന ഒരു ഗ്രാമഭൂമിയിലൂടെയായിരുന്നു യാത്ര. എങ്ങും ചുവപ്പും മഞ്ഞയും കലർന്ന കശുമാമ്പഴങ്ങൾ തൂങ്ങുന്ന ചില്ലകൾ. ഇത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി. തെങ്ങും കവുങ്ങും വാഴയും കുരുമുളകും ഒക്കെ ഇവിടെ സമൃദ്ധമായി വളരുന്നു. എന്നാൽ ഇരിട്ടിയുടെ സ്വകാര്യ കാർഷിക അഹങ്കാരമാണ് കശുമാവിൻ തോപ്പുകൾ. രാജ്യതലത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷിയുള്ള സ്ഥലം കൂടിയാണ് ഇവിടം. ലോകത്ത് 2ാം സ്ഥാനവും. കശുമാമ്പഴങ്ങൾ മരച്ചുവട്ടിൽ വീണ് അതിലെ കശുവണ്ടികൾ മണ്ണിൽ പുതഞ്ഞ് താനേ മുളയിടുമ്പോൾ അത് ശേഖരിച്ച് അതിലെ പോഷകപ്രദമായ പരിപ്പുകൾ പുറത്തെടുത്ത് ഭക്ഷ്യവിഭവങ്ങളിൽ ചേർത്ത് കഴിച്ചിരുന്ന പാരമ്പര്യം ഇന്നും പഴമയുടെ രുചിയായി ഇരിട്ടിയിലെ ഓരോ കർഷക കുടുംബത്തിലുമുണ്ട്. ആ കാർഷിക സ്മൃതിയോടെയായിരുന്നു ഇരിട്ടിയിലെ ബ്രിജിത് കൃഷ്ണൻ എന്ന യുവ കർഷക സംരംഭകന്റെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയത്. പാരമ്പര്യത്തിൻ്റെ പടവുകളിൽ നിന്നുകൊണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കാഷ്യൂ സ്പ്രൗട്ട് എന്ന മുളപ്പിച്ച കശുവണ്ടികൾ ഉത്പാദിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ബ്രിജിത് കൃഷ്ണൻ. തികച്ചും നവീനമായ ഈ സംരംഭത്തിൻ്റെ ഉൾത്തലം അടുത്തറിയുന്നതിനായി ബ്രിജിത് കൃഷ്ണനൊപ്പം ഞങ്ങൾ ചേർന്നു. ചില സ്വകാര്യ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും IT കൺസൾട്ടൻ്റായിട്ട് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ട് വരികയായിരുന്നു. കോവിഡ് ലോക്ക്ഡൗൺ വന്നതോടുകൂടി ജോബ്ലെസ്സായി. ആ സമയത്ത് വീട്ടിലിരിക്കുകയായി. വീട്ടിലെ മുഖ്യമായ ഒരു വരുമാനമാർഗം കശുവണ്ടിയാണ്. അപ്പം കശുവണ്ടി വിൽക്കാനാകാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിന് കൂടുതൽ വിൽക്കാനുള്ള ഒരു പുതിയ സാധ്യത എന്ത് എന്നുള്ള അന്വേഷണമാണ് മുളപ്പിക്കുക, അതിൻ്റെ വാല്യൂ അഡീഷൻ നടത്തുക എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കർഷകരുടെ വരുമാനം 2025 ഇരട്ടിയാവണമെന്ന് പറയുന്നത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് കർഷകർക്ക് വരുമാന വർധനവ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് മൂല്യവർധനവ് കാഷ്യൂവിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു മേഖലയിൽ ചെയ്യുക എന്നുള്ള നിലയിൽ മുളപ്പിക്കാൻ തീരുമാനിച്ചത്. കശുമാവിൻ ചുവട്ടിലെ മുളയണ്ടികൾ പ്രത്യാശയുടെ തളിരിലകളായി ബ്രിജിത്തിൻ്റെ കാർഷിക മനസ്സിൽ വിരിഞ്ഞു. ഒരു പുത്തൻ കാർഷിക സംരംഭത്തിൻ്റെ സുഗന്ധവും അതിലുണ്ടായിരുന്നു. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. ഇരിട്ടിയുടെ കാർഷിക പൈതൃകത്തിൻ്റെ പിൻബലത്താൽ ബ്രിജിത്ത് പുതു സംരംഭത്തിലേക്ക് പാദമൂന്നി. അതോടെ ഈറ്ററി മലബാറിക്കസ് എന്ന ബ്രാൻഡിൽ ആദ്യമായി മുളപ്പിച്ച കശുവണ്ടി എന്ന കാഷ്യൂ സ്പ്രൗട്ട് നിർമ്മാണ സംരംഭത്തിനും തുടക്കമായി. മുളപ്പിച്ച കശുവണ്ടി വർഷം മുഴുവനും ലഭ്യമാക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളി നടന്ന കാര്യം തന്നെയാണ്. കാരണം ലോകത്തിലെവിടെയും കശുവണ്ടി ഉണ്ടാകുന്നത് 3-4 മാസങ്ങളിൽ സീസണൽ ക്രോപ്പാണ് കശുവണ്ടി. അത് ഇന്ത്യയിലായാലും ആഫ്രിക്കയിലായാലും എവിടെയായിരുന്നാലും. അപ്പം അങ്കുരണശേഷി നിലനിർത്തിക്കൊണ്ട്, അതായത് കശുവണ്ടിയുടെ മുളക്കൽ ക്ഷമത 90 ദിവസമാണ്. അത് അനുദിനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മുളക്കൽ ക്ഷമത കൃത്രിമമായിട്ട് നിലനിർത്താനുള്ള ഗോഡൗൺ സംവിധാനങ്ങളിലൂടെ നമുക്ക് അങ്കുരണശേഷിയെ വർഷം മുഴുവനാക്കാം. മറ്റൊരു കാര്യം, മുളച്ച് കഴിഞ്ഞ് ഉൽപ്പന്നമായിരിക്കുന്ന ഹാർവസ്റ്റ് ചെയ്തിരിക്കുന്ന സ്പ്രൗട്ടഡ് കാഷ്യൂ അഥവാ മുളപ്പിച്ച കശുവണ്ടിയെ നമുക്ക് ഉപ്പിലിട്ട ലായനിയിലും അതുപോലെ തന്നെ അതിലെ ജലാംശം നീക്കം ചെയ്തും നമുക്ക് ഉണക്കിയും നമുക്ക് വർഷം മുഴുവനും ലഭ്യമാക്കുന്ന തരത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കശുമാമ്പഴ സീസൺ കാലത്താണ് കശുവണ്ടികൾ പരമാവധി ശേഖരിക്കുക. അങ്കുരണശേഷിയുള്ള കശുവണ്ടികൾ തിരഞ്ഞെടുത്ത് ഉണക്കിയ ശേഷം അധികം ചൂടും ഈർപ്പവും തട്ടാതെ സൂക്ഷിക്കുന്നു. മുളപ്പിച്ച കശുവണ്ടി പരിപ്പ് ഉൽപ്പാദനത്തിനാവശ്യമായ കശുവണ്ടികൾ അതത് ഘട്ടത്തിൽ പുറത്തെടുത്ത് വെള്ളം നിറച്ച ടാങ്കിലേക്കിടുന്നു. ജലത്തിൻ്റെ 5% ഉപ്പ് ചേർത്ത് കശുവണ്ടികൾ അണുവിമുക്തമാക്കുന്നു. അങ്കുരണശേഷിയുള്ള കശുവണ്ടികൾ ജലത്തിനടിയിലേക്ക് പോവുകയും അല്ലാത്തവ ജലനിരപ്പിൽ പൊന്തിക്കിടക്കുകയും ചെയ്യും. അരിപ്പ ഉപയോഗിച്ച് ഇവ കോരി മാറ്റി കശുവണ്ടി വിൽപ്പന കടകളിലേക്ക് കൊടുക്കുകയാണ് പതിവ്. ടാങ്കിലെ ജലവിതാനത്തിൽ താഴ്ന്നു കിടക്കുന്ന ഉൽപ്പാദനശേഷിയുള്ള കശുവണ്ടി വിത്തുകൾ കോരിയെടുത്ത് ട്രേകളിലേക്ക് നടുന്നതാണ് അടുത്ത പടി. കശുവണ്ടി വിത്ത് നടുന്നതിനായി തയ്യാറാക്കിയ ട്രേകളിൽ നിക്ഷേപിക്കാനുള്ള ചകിരിച്ചോറ് പൂപ്പൽ പ്രതിരോധത്തിനായി
UV സ്റ്റെറിലൈസറിൽ വച്ച് അണുവിമുക്തമാക്കിയ ശേഷമാണ് ഉപയോഗിക്കുക. 3 ദിവസം ഉപ്പുവെള്ളത്തിൽ കുതിർത്ത കശുവണ്ടിയാണിത്. ഇതെങ്ങനെ പാകാമെന്നാണ് നോക്കുന്നത്. ഇത് ചകിരിച്ചോറാണ്, സ്റ്റെറിലൈസ് ചെയ്ത ചകിരിച്ചോറാണ്. ഇത് 98 കുഴിയുള്ള ഒരു ട്രേ ആണ്. ഇതിൻ്റെ അകത്ത് അടിയിൽ കുറേശ്ശെ മണ്ണിടുക. ഈ അണ്ടി ഒന്ന് ഞെക്കി നോക്കണം. ചീഞ്ഞ അണ്ടീനെ മാറ്റി വെക്കണം. അണ്ടി വെക്കുമ്പം ഈ ഭാഗം മേലെ വരണം. ഇതിങ്ങനെ ഓരോന്നായിട്ട് അമർത്തി നോക്കി വേണം വെക്കാൻ. ചീഞ്ഞേനെ നമ്മൾ ഒഴിവാക്കും, അത് പൊടിക്കൂല. കുതിർത്ത പരിപ്പ് നമ്മളിപ്പം ട്രേയിൽ പാകിയതിന് ശേഷം ഇനി മേൽഭാഗത്തും കുഴപ്പത്ത് ഇടുക. ഇതിങ്ങനെ മൊത്തം പാകിയതിന് ശേഷം ഓരോ ട്രേ ആയി നനച്ച് അകത്ത് കൊണ്ടുവെക്കുകയാണ് ചെയ്യുക. വിത്ത് പാകിയ ട്രേകളെ നനച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇവയെ ജെർമിനേഷൻ റൂമിലേക്ക് മാറ്റുന്നത്. അവിടെ നടക്കുന്ന പരിചരണമാണ് കശുവണ്ടി പരിപ്പ് ഉൽപ്പാദനത്തിലെ പ്രധാന ഘട്ടം. ജെർമിനേഷൻ റൂമിലെ ഇരുമ്പ് ചട്ടങ്ങൾക്ക് മുകളിൽ വിരിച്ച മൾച്ചിങ് ഷീറ്റിലേക്കാണ് വിത്തുപാകിയ ട്രേകൾ വയ്ക്കുക. 3 നിരകളിലായി 10 ട്രേകൾ എന്ന നിലയിൽ 30 ട്രേകളാണ് ഓരോ ഘട്ടത്തിലും റൂമിൽ വയ്ക്കുക. ഈർപ്പം നിലനിർത്തുന്നതിനായി മൾച്ചിങ് ഷീറ്റിൻ്റെ താഴ്ന്നു കിടക്കുന്ന ഭാഗം ഉപയോഗിച്ച് ട്രേകൾ പൊതിയുകയും ചെയ്യുന്നു. വിത്തുകൾ നിക്ഷേപിക്കുന്ന ദിവസം ഏതാണെന്ന് ഇരുമ്പ് ചട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. ക്രമീകരിക്കപ്പെട്ട അന്തരീക്ഷ താപനിലയും ഈർപ്പവും കശുവണ്ടി മുളപ്പിച്ചെടുക്കുവാൻ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ചെയ്തിരിക്കുന്നത് ഒരു അന്തരീക്ഷ ഊഷ്മാവും അതിലെ ഈർപ്പവും ക്രമീകരിക്കേണ്ട ഒരു ചുറ്റുപാടാണ്. ഏകദേശം 15 മീറ്ററോളം നീളത്തിലുള്ളതും 4 മീറ്റർ വീതിയുമുള്ള ഒരു ജെർമിനേഷൻ റൂമാണ് ഈ സജ്ജീകരിച്ചത്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് സജ്ജീകരിച്ചതാണ്. ഇതിൽ ഹ്യൂമിഡിറ്റേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷ താപനിലയും ഈർപ്പവും ക്രമീകരിക്കുന്നു. 95% ഈർപ്പത്തിലാണ് കശുവണ്ടി മുളപ്പിച്ചെടുക്കുന്നത്. കശുവണ്ടിത്തോട്ടത്തിലെ കശുവണ്ടി മുളച്ചു വരുന്ന അതേ സാഹചര്യം കൃത്രിമമായി ഉണ്ടാക്കുകയും ഈ വസ്തുവിൻ്റെ ഹൈജീനിക് നിലനിർത്തുക എന്നുള്ള 2 ഉദ്ദേശമാണ് ഈ ജെർമിനേഷൻ റൂം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അൾട്രാവയലറ്റ് കോട്ടിങ്ങുള്ള ഷീറ്റ് കൊണ്ട് ഹ്യൂമിഡിഫയർ ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷ താപനില ഈർപ്പം കൺട്രോൾ ചെയ്തുകൊണ്ട് 15 ദിവസത്തോളം നനപ്പിച്ച് കുതിർത്ത കശുവണ്ടി 15 ദിവസത്തോളം ഈ ജെർമിനേഷൻ റൂമിൽ വെച്ചാണ് മുളപ്പിച്ച് ഭക്ഷ്യയോഗ്യമാക്കി എടുക്കുന്നത്. ജെർമിനേഷൻ റൂമിൽ നിക്ഷേപിച്ച് 16 ദിവസം കഴിഞ്ഞാണ് മുളപ്പിച്ച കശുവണ്ടി പരിപ്പ് എന്ന കാഷ്യൂ സ്പ്രൗട്ടിൻ്റെ വിളവെടുപ്പ് നടക്കുക. ഇല വിരിയുന്നതിന് മുമ്പ് കശുവണ്ടി വിത്തിലെ പരിപ്പ് ദൃശ്യമാകുന്ന വേളയിലാണ് വിളവെടുപ്പ് നടത്തേണ്ടത്. ഹാർവസ്റ്റ് ചെയ്തിരിക്കുന്ന കശുവണ്ടിയാണിത്. ഇതിന് നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണ്. ഹൈജീനിൻ്റെ വിഷയം കൊണ്ടും കശുവണ്ടിയുടെ ഷെൽ ഓയിലിൻ്റെ പ്രശ്നവും അതിജീവിക്കാൻ നമ്മൾ നിർബന്ധമായും ഇനിയുള്ള സ്റ്റേജുകളിൽ കയ്യുറകൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. കാരണം ഇത് സാലഡിനൊക്കെ ഉപയോഗിക്കുമ്പം പച്ചക്ക് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഹൈജീൻ നിലനിർത്തേണ്ടതും ആവശ്യമാണ്. ഈ ഹാർവസ്റ്റ് ചെയ്തിരിക്കുന്ന കാഷ്യൂ സ്പ്രൗട്ടിൽ നിന്നും സ്പ്രൗട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇത് ഏകദേശം 16ാമത്തെ ദിവസം ലാർവ 16 എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഈ കാഷ്യൂ സ്പ്രൗട്ട് ഉള്ളത്. ഇതിലാണ് ഏറ്റവും അധികം ന്യൂട്രീഷൻസും സിങ്കും അയണും ഡയറ്ററി ഫൈബറും അടക്കം അമിനോ ആസിഡുകളും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണിത്. ഇത് ഓരോ ദിവസമോ 2 ദിവസമോ കഴിയുമ്പോഴേക്കും ഇത്തരം ഇലകൾ വരികയും ന്യൂട്രീഷൻസുകൾ ഇലകൾ കൺസ്യൂം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ 16ാമത്തെ ദിവസം തന്നെ ഇത് ഹാർവസ്റ്റ് ചെയ്യണമെന്ന് നിഷ്കർഷിക്കാൻ കാരണം. ഇത് വളരെ രുചികരവും നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ജെർമിനേഷൻ റൂമിൽ സൂര്യപ്രകാശമൊന്നും കടക്കാത്തതിനെ കൊണ്ട് തന്നെ ഹരിതകം തീരെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ താരതമ്യേന കാഷ്യൂ സ്പ്രൗട്ടുകൾക്ക് ഉണ്ടാകുന്ന ചവർപ്പ് താരതമ്യേന ഇതിന് വളരെ കുറവുമായിരിക്കും. ഈ കാഷ്യൂ സ്പ്രൗട്ട് ഇത്തരത്തിൽ ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ഇത്തരത്തിൽ ഊരിയെടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഊരിയെടുക്കുമ്പോൾ ബാക്കിയായി വരുന്ന കാഷ്യൂ ഷെല്ലുകൾ അത് ടോട്ടൽ വേസ്റ്റാണ്. അതിൽ കശുവണ്ടിയുടെ എണ്ണയുടെ അളവ് വളരെ കുറവുമായിരിക്കും. അതുകൊണ്ട് അത് ഞാനിവിടെ വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. പരിപ്പ് മാറ്റിയ കശുവണ്ടിത്തോട് ഉണക്കി തീ കത്തിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനായി പുറത്തു കൊടുക്കുന്നു. വിളവെടുക്കുന്ന കശുവണ്ടി പരിപ്പ്
മേന്മയനുസരിച്ച് 1-ാം ഗ്രേഡ്, 2-ാം ഗ്രേഡ് എന്നീ തലത്തിൽ വേർതിരിക്കുന്നു. 1-ാം ഗ്രേഡിൽ പെടുന്നവ സലാഡിനും മറ്റും പ്രയോജനപ്പെടുത്തുമ്പോൾ 2-ാം ഗ്രേഡിൽ ഉള്ളവ കറിക്കും മറ്റ് ഭക്ഷ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്നു. ലോകത്തിലെ എല്ലാ തരത്തിലുള്ള വകഭേദങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഭക്ഷ്യ വിഭവമാണ് കശുവണ്ടി. കാഷ്യൂനട്ട് ഒരു പ്രീമിയം സാധനമാണ്. അതുകൊണ്ട് അതിന് ദേശങ്ങളോ കാലങ്ങളോ വർഗങ്ങളോ വർണ്ണങ്ങളോ ഒന്നും വ്യത്യാസമില്ലാത്തൊരു ഭക്ഷണ സാധനമായതുകൊണ്ട് തന്നെ വളരെയധികം അംഗീകാരം കിട്ടും. ഏതൊരാളും ആദ്യ ഘട്ടത്തിൽ തന്നെ നോക്കുകയും രുചിച്ചു നോക്കുകയും അതുപോലെ അതിൻ്റെ പോഷകാംശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായി കസ്റ്റമറായിട്ട് വരുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഈറ്ററി മലബാറിക്കസ് എന്ന ബ്രാൻഡിലാണ് ബ്രിജിത്തിൻ്റെ മുളപ്പിച്ച കശുവണ്ടി പരിപ്പുകൾ വിപണിയിലെത്തിക്കുന്നത്. പോഷക ഗുണവും രുചികരവുമായ മുളപ്പിച്ച കശുവണ്ടി പരിപ്പുകൾക്ക് മികച്ച വിപണിപ്രിയവും ഉണ്ട്. കശുവണ്ടി വിത്തിൻ്റെ പരിചരണത്തിലും പാക്കിങ്ങിലും എല്ലാം ബ്രിജിത്തിൻ്റെ ഭാര്യ ശ്രീഷ്മയും മക്കളായ നജികേത് കൃഷ്ണയും ഗ്യാനേഷ് കൃഷ്ണയും സഹായവുമായി ബ്രിജിത്തിനോടൊപ്പമുണ്ട്. ഇത്തരത്തിൽ ഉള്ള മുളപ്പിച്ച കശുവണ്ടിയുടെ ദളങ്ങൾ അടർത്തിയെടുത്തു കഴിഞ്ഞതിനെ ബീജദളങ്ങൾ എന്നാണ് പറയുക. ഈ ബീജദളങ്ങൾ കോട്ടിലീഡിയൻസ്, ഇതാണ് നമ്മുടെ മുഖ്യമായ ഉൽപ്പന്നം. ഇതാണ് നമ്മൾ പച്ചക്ക് കഴിക്കാനും വിവിധതരം കറികൾ ഉണ്ടാക്കാനും വിവിധതരം വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളും ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയലാണ് ഈ കോട്ടിലീഡിയൻസ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഈ ഭാഗം, പിമ്യൂൾ എന്ന് പറയും. അതായത് ഇതിൻ്റെ റൂട്ടിൻ്റെ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞിട്ട് ഉള്ള ബാക്കിയുള്ള തളിര്, മുളപ്പിച്ച കശുവണ്ടിയുടെ തളിര്, ഇത് മൈക്രോഗ്രീൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുക. മൈക്രോഗ്രീനുകൾ കഴിക്കുന്ന സ്വഭാവം ലോകത്താകമാനം കൂടി വരികയാണ്. മുളപ്പിച്ച മൈക്രോഗ്രീനുകൾ മുളപ്പിക്കുമ്പോഴുണ്ടാകുന്ന തളിരുകൾ, ഇതുകൊണ്ട് വളരെ രുചികരമായിട്ടുള്ള അച്ചാറുകൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ആമസോൺ വഴി ലോകത്തിലാകമാനം വിൽക്കുന്നുണ്ട്. ഇത് സ്വതവേ ചെറിയ ചവർപ്പുണ്ടെങ്കിൽ കൂടിയും ആ ചവർപ്പുകൾ ശാസ്ത്രീയമായി നീക്കം ചെയ്ത് വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാഷ്യോയുടെ മറ്റൊരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന റോ മെറ്റീരിയലാണ് കാഷ്യോ പിമ്യൂൾ. ഇത് ഒരു മൈക്രോഗ്രീനാണ്. അത് വീഗൻ കമ്മ്യൂണിറ്റികളിലൊക്കെ വളരെയധികം സാധ്യതകൾ ഇത്തരം പിമ്യൂൾ ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കുണ്ട്. കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക സഹായം ഉപയോഗപ്പെടുത്തി മുളപ്പിച്ച കശുവണ്ടി പരിപ്പിൽ നിന്നുള്ള സൂപ്പ്, അച്ചാർ, കശുവണ്ടി മുകുളം കൊണ്ടുള്ള മൈക്രോഗ്രീൻ അച്ചാർ, ബിസ്ക്കറ്റ് എന്നിവ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ പെടുന്നു. മുളപ്പിച്ച കശുവണ്ടിയുടെ വിവിധ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളുണ്ട്. ഞാനൊരു സാധനം പെട്ടെന്ന് പരിചയപ്പെടുത്താം. ഇത് എൻ്റെ ഏറ്റവും അധികം വിൽപ്പനയുള്ള സൂപ്പ് പൗഡറാണ്. 1 മിനിറ്റിൽ നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കാം. ഇത് 40 ഗ്രാം ഉണ്ട്. ഇതൊരു ഫാമിലിയിലേക്ക് പറ്റുന്ന കാഷ്യൂ സ്പ്രൗട്ടിൻ്റെ സൂപ്പാണ്. അതിന് നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് പൊട്ടിക്കുക. ഈ 40 ഗ്രാമും ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് 600 മില്ലി വെള്ളം, ഇത് 250ൻ്റെ ഗ്ലാസ്സാണ്. ജസ്റ്റ് ഓൺ ചെയ്ത് തിളച്ച് കഴിഞ്ഞാൽ സൂപ്പ് റെഡിയാകും. ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. അത് നമുക്കിനി കഴിക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4-5 ആൾക്ക് കഴിക്കാനുള്ള സൂപ്പ് ഉണ്ടാകും. ഇതിൽ പൊതിനയും നെല്ലിക്കയും എന്ന് വേണ്ട നമ്മുടെ നാട്ടിൽ ഉള്ള സാധാരണ പച്ചക്കറികൾ പൊടിച്ച് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന സൂപ്പാണ്. ശരിക്കും ധാരാളമുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേടാകാതിരിക്കുന്നതിനായി ബോട്ടിൽ ചെയ്യുന്നതിന് മുമ്പ് അൾട്രാവയലറ്റ് രശ്മികൾ കടത്തിവിട്ട് ബോട്ടിലുകൾ പൂർണ്ണമായും അണുവിമുക്തമാക്കുന്നു. മുളപ്പിച്ച കശുവണ്ടിയിൽ നിന്നും വരുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് അതിൻ്റെ തളിര് അല്ലെങ്കിൽ പിമ്യൂൾ എന്ന് പറയുന്ന പാർട്ട്. ഇതും വളരെ രുചികരമാണ്. പക്ഷേ അതിൽ ചെറിയ കറയുണ്ട്. അത് ചെറിയ പ്രോസസ്സിങ്ങിലൂടെ കറ നീക്കം ചെയ്യാം. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ അതിനുള്ള ടെക്നോളജി സൗജന്യമായിട്ട് കർഷകർക്ക് അവൈലബിൾ ആണ്. അത്തരം പിമൂളിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ആദ്യമായിട്ടാണ് മൈക്രോഗ്രീൻ കാറ്റഗറിയിൽ ഒരു പിക്കിള് തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊരു മൈക്രോഗ്രീൻ പിക്കിളാണ് കാഷ്യൂ പിമൂളിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഹൈബ്രിഡ് സോളാർ ഡ്രയറിൽ ഉണക്കി സൂക്ഷിക്കുന്ന രീതിയും ബ്രിജിത്തിനുണ്ട്. 16.5 ഡിഗ്രിയിലുള്ള ചെരിവിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. കൺട്രോൾ പാനൽ, വായു അകത്തേക്ക് കടക്കാനുള്ള ഇൻലെറ്റ്, ഈർപ്പമുള്ള വായു പുറത്തേക്ക് തള്ളുന്നതിനുള്ള ഔട്ട്ലെറ്റ്, 3 ട്രേകൾ, ചൂട് ക്രമീകരിക്കാനുള്ള സെൻസർ എന്നിവ ഈ സിസ്റ്റത്തിലുണ്ട്. കാർഷിക മേഖലയിലുള്ള ഏതൊരു സംരംഭകനും വളരെ അത്യാവശ്യം വേണ്ട ഒരു ഉപകരണമാണിത്. ഇതൊരു ഹൈബ്രിഡ് സോളാർ ഡ്രയറാണ്. അതായത് താപനില കൂടാതെ തന്നെ ഈ പെരിഷബിളായിട്ടുള്ള പെട്ടെന്ന് കേടാകുന്ന പച്ചക്കറികളിലെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ ജലാംശം നീക്കം ചെയ്ത് ഉണക്കി സൂക്ഷിക്കുക. അതിനു വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സോളാർ ഡ്രയറാണിത്. ഇതിലെ താപനില 61 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. 2-3 ദിവസം കൊണ്ട് നമ്മുടെ മുളപ്പിച്ച കശുവണ്ടിയെ ഉണക്കി സൂക്ഷിക്കാനും അതുപോലെ തന്നെ കശുമാമ്പഴവും ഞാൻ അതിനെ ചില പ്രോസസ്സുകൾ ചെയ്ത് ഇവിടെ ഉണക്കി സൂക്ഷിക്കുന്നുണ്ട്. ഇത് വിദേശത്തൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം ഏതൊരു കാർഷിക ഉൽപ്പന്നവും നമുക്ക് അതിലെ പോഷകാംശങ്ങൾ നഷ്ടപ്പെടാത്ത വിധത്തിൽ ഉണക്കി സൂക്ഷിച്ചുകൊണ്ട് ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളാക്കാൻ ഒരു ഡ്രയർ സ്ഥാപിക്കുകയാണെങ്കിൽ ഏതൊരു കർഷകനും പറ്റും. ഞാനിതിൻ്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളപ്പിച്ച കശുവണ്ടി ഉണക്കി സൂക്ഷിച്ചിട്ടാണ് പിന്നീട് ഉപയോഗിക്കുന്നത്. പരമ്പരാഗത കാർഷിക വിളവിനെ ആധുനിക സാങ്കേതിക വിദ്യയോട് ചേർത്ത് വിളവും വരുമാനവും ഏറെ ആക്കിയ ബിജിത് കൃഷ്ണ എന്ന ഈ യുവ സംരംഭകനെ തേടി ഒട്ടേറെ അംഗീകാരങ്ങളും ആദരവുകളും എത്തിയിട്ടുണ്ട്. പുതിയതായിട്ട് ഈ സംരംഭം തുടങ്ങണം എന്ന ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രോത്സാഹനവും ഞാൻ തരാൻ തയ്യാറാണ്. അവർക്ക് എന്നെ ബന്ധപ്പെടാം. മാത്രമല്ല അവർ ശാസ്ത്രീയമായിട്ട് അവർ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു പ്രീമിയം ഉൽപ്പന്നമാണ്. ഇത് കേരളത്തിലെ ആയാലും ശരി, സൗത്ത് ഇന്ത്യയിലും ആയാലും ശരി, വിദേശത്ത് ദുബായിലും മറ്റും കയറ്റുമതി ചെയ്യുന്ന സ്ഥലത്തും ഉന്നത ശ്രേണിയിലുള്ള ജനങ്ങൾ വാങ്ങുന്ന ഒരു ഉൽപ്പന്നവും വളരെ വില കൂടിയൊരു ഉൽപ്പന്നവുമാണ്. അതുകൊണ്ട് അതിൻ്റെ ഹൈജീനിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിനൊക്കെ ശാസ്ത്രീയമായ അടിത്തറ വേണം. അതിന് മടക്കത്തറ കാഷ്യോ റിസർച്ച് സെൻ്ററുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെയും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിട്ട് ചെയ്തു കൊടുക്കും. മുളപ്പിച്ച കശുവണ്ടി പരിപ്പിൻ്റെ ഉൽപ്പാദന മേഖലയിലേക്ക് കടന്നുവരാൻ താൽപ്പര്യമുള്ള പൊതുസംരംഭകർക്കായി നിരീക്ഷണ പഠന പരീക്ഷണങ്ങളിലൂടെ സ്വായത്തമാക്കിയ അറിവുകൾ പകർന്നു നൽകാൻ ഈ യുവ സംരംഭകൻ സദാ തയ്യാറാണ്. ഇവിടെയാണ് കണ്ണൂർ ഇരിട്ടിയിലുള്ള ബ്രിജിത് കൃഷ്ണൻ വ്യത്യസ്തനാകുന്നത്. കൃഷിയോടുള്ള അതീവ ആഭിമുഖ്യവും അതിൽ കണ്ടെത്തിയ നവോത്ഥാന വഴികളും ഈ യുവ സംരംഭകനെ നാടിൻ്റെ തന്നെ അഭിമാനമാക്കുന്നു. ഒപ്പം രാജ്യത്തിൻ്റെ കാർഷിക ഭൂപടത്തിലെ അടയാളവുമാക്കുന്നു. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishi tvm